ദൈവതിരുനാമത്തിന് മഹത്വം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടി യഥാർത്ഥമായ ആത്മീയത എന്താണെന്നും ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെയാണ് ശരിയായ ആത്മീയതയിൽ നമ്മൾ ജീവിക്കുന്നതെന്നുമാണ് പഠിക്കുവാൻ പോകുന്നത്. എന്താണ് യഥാർത്ഥമായ ആത്മീയത? ജീവിതത്തിലെ ചെറുതും വലുതുമായ തിരിച്ചടികളിൽ വീഴാതെ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് അദൃശ്യമായ ഒരു ആത്മീയ ശക്തി ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് ശരിയായ ആത്മീയത. ആ അറിവിനെ കുറിച്ചുള്ള നമ്മുടെ വ്യക്തിപരമായ അന്വേഷണത്തിൽ നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടെത്തുന്നതിൽ കൂടി നമ്മളിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത സന്തോഷം കൊണ്ടുവരിക എന്നതാണ് ആത്മീയതയുടെ ലക്ഷ്യം. ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് നമ്മുടെ ആത്മാവിനെ പരിപോഷിപ്പിച്ച് നമുക്ക് സന്തോഷം തരുന്നതെന്ന് നമുക്ക് നോക്കാം. യിരെമ്യാ 15:16 നമ്മൾ വായിക്കുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. വേറൊരു വാക്യം നോക്കാം. മത്തായി 4:4 യേശു ക്രിസ്തു പറയുന്നതാണ്, അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ജീവൻ നൽകി നമുക്ക് സന്തോഷം നൽകുന്നത് എന്നാണ് നമ്മൾ 2 വാക്യങ്ങളിൽ കൂടി വായിച്ചത്. ദൈവത്തിന്റെ വചനമാണ് ആത്മീയതയുടെ ഉറവിടം എന്ന് മനസ്സിലാക്കുന്നതിനോടൊപ്പം എങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ വചനം പഠിക്കേണ്ടത് എന്നും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വചന പഠനത്തിന് അറിഞ്ഞിരിക്കേണ്ട 8 ബൈബിൾ തത്വങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ വർഷാവസാനം നമ്മുടെ അറിവ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന പരീക്ഷയിൽ പാസ്സായാൽ മാത്രമേ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രൊമോഷൻ കിട്ടുകയുള്ളൂ. മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് തന്നെ എടുക്കുക. അടിസ്ഥാനപരമായ ഇക്വേഷൻസും ഫോർമുലയും അറിഞ്ഞിരുന്നാൽ മാത്രമേ വ്യത്യസ്തമായ പ്രോബ്ലംസ് നമ്മൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ബൈബിളിനെയും സമീപിക്കേണ്ടത്. ബൈബിൾ മുഴുവൻ മനഃപ്പാഠമാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ അടിസ്ഥാനപരമായ തത്വങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലോകപരമായ ബൈബിളിന് കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണം. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇത് ബൈബിൾ എന്നുള്ളതിൻ്റെ ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു വിശദീകരണമാണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് ചേരുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന ഉപദേശങ്ങൾ അടങ്ങിയ പുസ്തകമാണ് ബൈബിൾ. ബൈബിൾ പഠനത്തിന്റെ ഒന്നാമത്തെ തത്വം സൃഷ്ടാവായ ദൈവവും സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അറിയുക എന്നതാണ്. റോമർ 1:20 നമ്മൾ വായിക്കുന്നത്, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്ന് നമ്മൾ വായിക്കുന്നു. ബൈബിളിൽ കൂടിയുള്ള വ്യക്തിപരമായ തിരച്ചിലിൽ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുന്നതിനോടൊപ്പം ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന അദൃശ്യനായ ദൈവം നമ്മുടെ സൃഷ്ടാവാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവവുമായി നമുക്കുള്ള വ്യക്തിപരമായ ബന്ധമാണ് ബൈബിളിന്റെ ആകത്തുക. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുകയും അവർ പറയുന്നത് അന്ധമായി വിശ്വസിക്കുകയും നമ്മൾ ചെയ്യാറില്ലേ? എന്നാൽ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് നമ്മളെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുകയും ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടോ? ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു റിലീജിയൻ അല്ല,
ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ റിലേഷൻഷിപ്പാണ്. യേശുക്രിസ്തുവിന്റെ പരമാധികാരത്തെ കാണിക്കുന്ന വാക്യങ്ങൾ കൊളോസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവ്വത്തിനും മുൻപേയുള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. ഇന്ന് നമുക്ക് കാണുന്നതും കാണാൻ കഴിയാത്തതുമായ സകലവും സൃഷ്ടിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിനാലാണ്. എല്ലാത്തിനും അധിപതിയായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ നമ്മൾ ആയിരിക്കുന്നു എന്നതാണ് ഇന്ന് നമുക്ക് ദൈവവുമായുള്ള ബന്ധം. രണ്ടാമത്തെ പോയിന്റ്, ദൈവവചനം ഒരു നാളും മാറ്റം വരാത്തതാണ്, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായി ഇരിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നും അപ്പസ്തോലനായ പത്രോസ് കോട്ട് ചെയ്ത് പറയുന്ന ഒരു വാക്യം നമുക്ക് വായിക്കാം. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി, പൂവ് തീർന്നുപോയി. കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ദൈവവചനം മാറ്റം വരാത്തതാണെന്നുള്ള അനേകം വാക്യങ്ങൾ നമ്മുടെ ബൈബിളിലുണ്ട്. ഈ വചനത്താലാണ് ഇന്ന് നമ്മൾ വിശ്വാസവും ഈ വിശ്വാസത്താലാണ് ആത്മാവിനെയും പ്രാപിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ വേറൊരു പേരാണ് ദൈവവചനം എന്ന് നമുക്കറിയാം. വേറൊരു വാക്യം നമുക്ക് വായിക്കാം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ആദിയിൽ ദൈവം ആദാമിനോടും അബ്രഹാമിനോടും ഒക്കെ നേരിട്ടാണ് സംസാരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. പിന്നീട് ന്യായപ്രമാണത്തെ യുഗത്തിൽ ദൈവം 10 കൽപ്പനകളും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങളും വ്യവസ്ഥകളും മോശ വഴി ഇസ്രായേൽ ജനത്തിന് കൊടുക്കുകയും ചെയ്തു. ഇതിനാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. അന്ന് ലോകത്തിൽ ദൈവമില്ലാതെ ജീവിച്ചിരുന്ന ജാതികൾക്ക് ഒരു നിയമങ്ങളും ദൈവം കൊടുത്തിരുന്നില്ല. പിന്നീട് ജാതികളുടെ അപ്പസ്തോലനായി പൗലോസിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ജാതികൾക്ക് രക്ഷിക്കപ്പെടുവാൻ ആവശ്യമായ സുവിശേഷവും വ്യവസ്ഥകളും കൂടി എഴുതി കഴിഞ്ഞപ്പോൾ 66 പുസ്തകങ്ങൾ അടങ്ങിയ തിരുവെഴുത്ത് പൂർണ്ണമായി നമുക്ക് ലഭിച്ചു. ഇന്ന് നമ്മൾ ദൈവസ്വരം കേൾക്കുന്നത് തിരുവെഴുത്തിൽ കൂടെയാണ്. ദൈവശ്വാസീയമായ ഈ തിരുവെഴുത്താണ് ഇന്ന് നമ്മുടെ ആത്മീയതയുടെയും ക്രിസ്തീയ ജീവിതത്തിന്റെയും അടിസ്ഥാനം. ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വേറൊരു തത്വമാണ്, ദൈവം ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായ രീതിയിലാണ് മനുഷ്യരോട് ഇടപെടുന്നത് എന്നത്. ഡിസ്പെൻസേഷണൽ ഡീലിങ്സ് ഓഫ് ഗോഡ്. ബൈബിൾ ശരിയായി മനസ്സിലാക്കിയവർക്ക് മാത്രം ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു സത്യമാണ് ഇത്. ഇതിനാണ് ഡിസ്പെൻസേഷണൽ ഡീലിങ്സ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ബൈബിളിൽ ഉടനീളം 4 തരം ഭക്ഷണ രീതികളെ ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്നതായി കാണുന്നുണ്ട്. ആദാമിന് സസ്യാഹാരമാണ് കൊടുത്തതെങ്കിൽ ജലപ്രളയത്തിന് ശേഷം നോഹയ്ക്ക് സസ്യത്തോടൊപ്പം ചരിക്കുന്ന എല്ലാ ജന്തുക്കളുടെയും മാംസം രക്തം കൂടാതെ ഭക്ഷിക്കാം എന്ന നിയമം കൊടുക്കുന്നു. ഇനി മോശയുടെ ന്യായപ്രമാണ സമയത്ത് ജന്തുക്കളിൽ തന്നെ ശുദ്ധിയുള്ളതും അശുദ്ധമായതുമായി വേർതിരിച്ച് ഒരു പ്രത്യേക ഭക്ഷണ രീതി ഇസ്രായേലിന് നിയമമായി കൊടുത്തു. ഇസ്രായേൽ ഇന്നും പാലിക്കുന്ന കോഷർ ഡയറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന രീതി. ലേവ്യ പുസ്തകം 11 മുഴുവൻ ഈ കാര്യമാണ് ദൈവം അവർക്ക് എഴുതി കൊടുത്തിരിക്കുന്നത്. ഇനി കൃപായുഗത്തിൽ ഭക്ഷണ രീതിയിൽ ഉണ്ടായിരുന്ന ഈ വേർതിരിവ് നീക്കിക്കളഞ്ഞ് അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തും ഭക്ഷിക്കാം എന്ന വ്യവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ വ്യവസ്ഥയിൽ കൂടി ദൈവം പ്രഖ്യാപിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല, കൃപായുഗത്തിൽ വിശ്വാസത്താൽ ലഭിക്കുന്ന ദൈവത്തിന്റെ കൃപയിൽ
എല്ലാവർക്കും രക്ഷിക്കപ്പെടുവാനുള്ള അവസരമുണ്ട് എന്നാണ്. ന്യായപ്രമാണത്തെയും കൃപയെയും വേർതിരിച്ചു പഠിക്കണം എന്നുള്ളത് ബൈബിൾ പഠനത്തിന്റെ ഒരു പ്രധാന തത്വമാണ്. ഇതറിയാത്തവരാണ് ബൈബിൾ ഗ്രഹിക്കാൻ പ്രയാസമാണ് എന്ന് മുൻവിധി എഴുതി മാറ്റിവെക്കുന്നത്. ന്യായപ്രമാണം നിയമാവലികളും മൃഗങ്ങളുടെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ടതുമാണ് എങ്കിൽ കൃപ എന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ടതും സൗജന്യ ദാനവുമാണ്. ഈ വ്യത്യാസമാണ് ഡിസ്പെൻസേഷണൽ സ്റ്റഡിയിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. കൃപായുഗത്തിലെ ഭക്ഷണ രീതി എന്താണെന്നുള്ള ഒരു വാക്യമാണ്. അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവിൻ, ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. ഈ 4 ഭക്ഷണ രീതിയും എഴുതിയിരിക്കുന്നത് ബൈബിളിൽ തന്നെയാണ്. 4ഉം ഒരുമിച്ച് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയില്ല. ഇതുപോലെ എല്ലാ വ്യവസ്ഥകൾക്കും വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ബൈബിൾ പഠിക്കുമ്പോഴാണ് ബൈബിളിനെ പൂർണ്ണമായും നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത്. അടുത്ത പോയിന്റ്, ബൈബിൾ വാക്യങ്ങൾ സന്ദർഭാനുസരണം മനസ്സിലാക്കണം. ബൈബിൾ ഷുഡ് ബി സ്റ്റഡീഡ് ഇൻ കോണ്ടെക്സ്റ്റ്. പേഴ്സണൽ ബൈബിൾ സ്റ്റഡിയിൽ ഏറ്റവും പ്രധാനമായ ഒരു തത്വമാണ് ഇത്. ഓരോ വാക്യങ്ങളുടെയും കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കുക എന്നത് ആര് ആരോട് ഏത് സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നതാണ് കോണ്ടെക്സ്റ്റ്. നമുക്ക് 2 വാക്യങ്ങൾ ഉദാഹരണമായി വായിക്കാം. യിരെമ്യാവിന്റെ 31:31 വായിക്കുന്നു, ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആര് ആരോട് എപ്പോൾ പറഞ്ഞു? വരും കാലത്തിൽ യഹോവ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആർക്കാണ് പറഞ്ഞിരിക്കുന്നതെന്നും ആരോടാണ് ഏത് സന്ദർഭത്തിലാണ് എന്നും നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. വേറൊരു വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യർ 3:1. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച്. ഇവിടെ ആരാണ് പറയുന്നത്? പൗലോസ് അപ്പോസ്തലൻ. ആരോടാണ് പറയുന്നത്? ജാതികളോട്. ജാതികളുടെ രക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ കോണ്ടെക്സ്റ്റ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബൈബിൾ സ്റ്റഡിയിൽ എന്നാണ്. അടുത്ത പോയിന്റ്, 5ാമത്തെ പോയിന്റ്, ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നവർ ഗ്രഹിക്കുവാൻ വേണ്ടി വചനങ്ങൾ ബൈബിളിൽ ഉടനീളം വ്യാപരിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അതായത് എല്ലാം ഒരു സ്ഥലത്ത് എഴുതി നമുക്ക് തന്നിരിക്കുകയല്ല, നമ്മൾ ബൈബിൾ മുഴുവൻ പരിശോധിച്ച് അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണം നോക്കാം. ഇസ്രായേൽ ജനത്തിന്റെ മത്സരത്തിനും അനുസരണക്കേടിനും മുന്നറിയിപ്പ് നൽകുവാൻ ദൈവം പ്രവാചകന്മാരെ അയച്ചതിൽ മുഷിഞ്ഞ് യെശയ്യാ പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണിത്. അതിനൊരു നിയമം, ഇതിനൊരു നിയമം, കുറച്ചിപ്പോൾ പറയും, കുറച്ച് അല്പം കഴിഞ്ഞു പറയും, ഇങ്ങനെ പഠിപ്പിക്കാൻ ഞങ്ങൾ എന്താ പാലുകുടി മാറാത്ത കുഞ്ഞു കുട്ടികളാണോ എന്ന് പറഞ്ഞ് യെശയ്യാ പ്രവാചകനോട് പരിഹാസ രീതിയിൽ പറയുന്ന വാക്കുകൾ പറഞ്ഞതുപോലെ തന്നെയാണ് ദൈവം അവർക്ക് വചനം കൊടുത്തിരിക്കുന്നതും. അവര് പോയി പിന്നോട്ട് വീഴുകയും തകർക്കപ്പെടുകയും കെണിയിൽ കുടുങ്ങുകയും പിടിക്കപ്പെടുകയും ചെയ്യേണ്ടതിന് ദൈവം അങ്ങനെ തന്നെയാണ് ചട്ടങ്ങളും നിയമങ്ങളും അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിന്ന് നമുക്കും ബാധകമാണ്. ഒരു വാക്യം മാത്രം എടുത്ത് ഉപദേശം ഉണ്ടാക്കാതെ ബൈബിളിന്റെ ടോട്ടാലിറ്റിയിലുള്ള പഠനം ആണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. യെശയ്യാ 28:13 നമ്മൾ വായിക്കുന്നത്, ആകയാൽ അവർ ചെന്ന് പിറകോട്ട് വീണ് തകർന്ന് കുടുക്കിലകപ്പെട്ട് പിടിപെടേണ്ടതിന് യഹോവയുടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്ന് ആയിരിക്കും. 6ാമത്തെ പോയിന്റ്, വചനത്തെ വചനം കൊണ്ട് തന്നെ പഠിക്കണം, ക്രോസ് റെഫറൻസ് ചെയ്യണം. അപ്പോസ്തല പ്രവൃത്തികൾ 17:11 നമ്മൾ വായിക്കുന്നുണ്ട്, ബെറോവക്കാർ
പൗലോസ് പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ തിരുവെഴുത്തുകളെ ദിനം പ്രതി പരിശോധിച്ചിരുന്നു എന്ന്. ഇന്ന് ഉപദേശങ്ങളുടെ പ്രവാഹമാണ് എവിടെ നോക്കിയാലും. പലതരത്തിലുള്ള ഉപദേശങ്ങൾ. നമ്മൾ കേൾക്കുന്ന ഉപദേശങ്ങൾ ബൈബിളിലെ ഉപദേശവുമായി യോജിച്ചു പോകുന്നതാണോ എന്ന് നമ്മൾ തന്നെ പരിശോധിക്കേണ്ടതാണ്. വചനത്തെ വചനം കൊണ്ട് തന്നെ പഠിക്കണം, ക്രോസ് റെഫറൻസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വാക്യമാണിത്. 1 കൊറിന്ത്യരുടെ 2:12-13. അതിൻ്റെ 13 നമ്മൾ വായിക്കുന്നത്, അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷിൽ അല്പം കൂടി ക്ലിയർ ആണ്. നോട്ട് ഇൻ ദ വേർഡ്സ് വിച്ച് മാൻസ് വിസ്ഡം ടീച്ചത്, ബട്ട് വിച്ച് ദ ഹോളി ഗോസ്റ്റ് ടീച്ചത്, കമ്പയറിംഗ് സ്പിരിച്വൽ തിങ്സ് വിത്ത് സ്പിരിച്വൽ. 7ാമത്തെ പോയിന്റ്, നമ്മുടെ വിശ്വാസം മാനുഷിക ജ്ഞാനത്തിലല്ല ദൈവിക ജ്ഞാനത്തിലും ശക്തിയിലുമായിരിക്കണം എന്നുള്ളതാണ്. പഴയ നിയമത്തിലും സങ്കീർത്തനങ്ങളിലും അനേകം വാക്യങ്ങളുണ്ട്, മനുഷ്യരിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ചുകൊള്ളുക എന്ന്. ജെറമ്യ 17:9 പറയുന്നത്, മനുഷ്യന്റെ ഹൃദയം കപടവും ദുഷിച്ചതുമാണെന്നാണ്. ഒരു പരിധിയിൽ കൂടുതലായി മനുഷ്യരിൽ ആശ്രയിക്കാതെ നമ്മൾ വ്യക്തിപരമായി ബൈബിൾ പഠിച്ച് ദൈവത്തിന്റെ മുമ്പിൽ കൊള്ളാകുന്നവനായി നിൽക്കാനാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. 1 കൊറിന്ത്യൻസിന്റെ 2:4 നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. ഇംഗ്ലീഷിൽ അത്, ദാറ്റ് യുവർ ഫെയ്ത്ത് ഷുഡ് നോട്ട് സ്റ്റാൻഡ് ഇൻ ദ വിസ്ഡം ഓഫ് മെൻ ബട്ട് ഇൻ ദ പവർ ഓഫ് ഗോഡ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ശ്രമിക്കാം. ഈ മലയാളം ട്രാൻസ്ലേഷനിൽ പ്രസംഗിച്ചുകൊണ്ട് എന്നാണ്, ഇംഗ്ലീഷിൽ സ്റ്റഡി എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു പേഴ്സണൽ സ്റ്റഡിയാണ്. ദൈവത്തിന് മുമ്പിൽ കൊള്ളാകുന്നവനായി നിൽക്കാൻ വേണ്ടി നമ്മൾ തനിയെ വചനം പഠിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് 8ാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നീതിമാനായ ന്യായാധിപനാണ് എന്നാണ്. ദ റൈച്ചസ് ജഡ്ജ്. ഇതൊരു കോടതി ഭാഷയാണ്. ഈ ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും ദൈവത്തിന്റെ കോടതി മുൻപാകെ നിൽക്കേണ്ടവരാണ്. ഇന്ന് ന്യൂജൻ ഉപദേശങ്ങളിലൊക്കെ പരന്നിരിക്കുന്ന ഒരു ഉപദേശമാണ്, കരുണയും ദയയുമുള്ള ദൈവം ആരെയും നരകത്തിലേക്ക് വിടുകയില്ല, നരകം എന്നൊന്നില്ല എന്നൊക്കെ. കൃപായുഗത്തിൽ പിശാച് മനുഷ്യരെ തെറ്റിക്കുന്നത് ഉപദേശങ്ങളിൽ കൂടെയാണ് എന്ന് നമുക്കറിയാം. വചനത്തിലുള്ള അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ ഉപദേശങ്ങൾ ഉണ്ടാക്കുന്നത്. ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശു മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ ആ നീതി പ്രവൃത്തിയിൽ വിശ്വസിക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ന് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ വിചാരണയ്ക്കായി ലഭിക്കുന്നത് ദൈവത്തിന്റെ കോടതി മുമ്പിലാണ്. നമ്മളെ കുറ്റം ആരോപിച്ചുകൊണ്ട് രാവും പകലും നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും കൊണ്ട് പിശാച് ഓടുന്നത് ദൈവത്തിന്റെ മുമ്പിലേക്കാണ്. ദൈവത്തെ അറിഞ്ഞിട്ടും വിശ്വസിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ വിഗ്രഹങ്ങൾക്ക് മഹത്വം കൊടുക്കുന്ന ജാതികൾക്ക് ദൈവത്തിന്റെ മുമ്പിൽ പറയാൻ ഒരു പ്രതിവാദവുമില്ല എന്ന് നമ്മൾ റോമാ ലേഖനത്തിൽ വായിച്ചു. ദൈവം എങ്ങനെയാണ് നീതിമാനായി ലോകത്തെ വിധിക്കുന്നത് എന്നുള്ള ഒരു വാക്യം സങ്കീർത്തനം 96 നമ്മൾ വായിക്കുന്നത്, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു, അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടി വിധിക്കും. വേറൊരു വാക്യം നമുക്ക് വായിക്കാം. 2 തിമോത്തി 4:8. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. അപവാദി പരാതിയുമായി ചെല്ലുമ്പോൾ കിട്ടുന്ന മറുപടി, എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ
എൻ്റെ പുത്രന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടതാണ്, കേസ് ഡിസ്മിസ്ഡ് എന്നായിരിക്കും. എത്ര വലിയ സന്തോഷം തരുന്ന വാർത്തയാണ്! വചനം എന്തു പറയുന്നു എന്ന് ഗ്രഹിച്ച് വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെട്ട് ഭയം കൂടാതെ പ്രത്യാശയോടെ ജീവിക്കുന്ന നമ്മുടെ അവസ്ഥ. കൊളോസ്യർ 3:16 നമ്മൾ വായിക്കുന്നത്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനു പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കട്ടെ. തുടർച്ചയായിട്ടുള്ള വചന പഠനമാണ് യഥാർത്ഥമായ ആത്മീയത എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നിന്നും മനസ്സിലാക്കിയത്. യഥാർത്ഥമായ ആത്മീയതയെയും ക്രിസ്തീയ ജീവിതത്തെയും കുറിച്ചുള്ള ഈ ക്ലാസ് നിങ്ങളെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിയായ ആത്മീയതയിലൂടെ ലക്ഷ്യബോധത്തോടെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി എങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുമല്ലോ.